ഹലോ ഹലോ സാർ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ട്രെയിനിൽ പോകാൻ വന്നിരിക്കുക അല്ലേ? അല്ലല്ല, പ്ലെയിനിന് തലവെക്കാൻ വന്നു. ഇവിടെ പിന്നെ ട്രെയിനിന് പോകാനല്ല വേറെ എന്തിനു വരാനാണ്? പ്ലാറ്റ്ഫോമിൽ പ്രതിക്കണോട് ട്രെയിനിന് ഞാനും ഇങ്ങനെ ട്രെയിനിൽ പോകാനായിട്ട് ഇങ്ങനെ വന്നാണ്. പൊയ്ക്കോളൂ, കുഴപ്പമില്ല. മറ്റേ ജനഷഷ്ടി പൂർത്തി പോയായിരുന്നോ? ഷഷ്ടി പൂർത്തി അല്ലല്ല, മറ്റേ ഇത് സാധനം ഏത് മറ്റേ ശാസ്ത്രി രവിശാസ്ത്രി രവിശാസ്ത്രി ആരെങ്കിലും ആണോ? അല്ലല്ല, എന്താണ് ജനശബ്ദന ജനശതാബ്ദി പോയെന്നാണോ? 9:30 അത് പോയി. എന്റെ ദൈവമേ, അതിന് പോകാനായിട്ടായിരുന്ന? അതിന് പോകാനൊന്നും അല്ലായിരുന്നു. മറ്റേ ഇല്ല സംഭവമില്ലേ, മറ്റേ എന്തുവാ, എന്താണോ മറ്റേ മാന്യന്മാര് മാത്രം കേറണ, മാന്യന്മാര് മാത്രം കേറണ മറ്റേ ഇതില്ലേ ലോകം, മറ്റേ സിനിമാ നടന്റെ സാധനം. എന്താണ് താൻ ഉദ്ദേശിക്കണം? മാന്യന്മാര് മാത്രം കേറണ മറ്റേ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, ലോകമാന്യത്തിലേക്ക്. അതല്ലേ പറഞ്ഞാലും മനസ്സിലാവൂലെന്ന്. അതാണ് ഈ പറഞ്ഞത്. അത് പോയല്ല. അതും പോയോ? എന്റെ ദൈവമേ, അതിന് പോകാനായിരുന്നു. അതിനും പോകാനല്ലായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ. എനിക്കെന്താണ് തലക്കൊല്ല ഓളം ഉണ്ടാ വൈഫിനെ വിളി. ഇവിടെ പോയി കിടക്കണം. അത് സാറേ, എന്താണ് നിങ്ങളൊക്കെ ഈ ശ്രദ്ധിക്കാത്ത വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. എന്താണ്? നമ്മൾ ഈ കഴുത്തി കിടക്കുന്ന ആഭരണങ്ങൾ, കൈ കിടക്കുന്ന മോതിരമൊക്കെ ശ്രദ്ധിക്കണം. ഇത് സാറിന്റെ ഇപ്പൊ താഴെ വീണാണ്, ഞാൻ എടുത്തു തന്നെ വെച്ചു. എന്റെ ഒരു മോതിരേ ഉള്ളു, എന്റെ പോയിട്ടില്ല. ഇത് സാറിന്റെ, ഞാൻ ഇവിടുന്ന് ഇപ്പൊ സാറങ്ങോട്ട് പോയില്ലേ, പോയപ്പോ താഴെ വീണ് ഞാൻ തായി എടുത്ത് തന്നാണ്. ഇത് നിങ്ങളുടെ അല്ലേ? എന്റെ അല്ല, ഇത് താഴെ വീണ് കിടന്നതാണ്. എന്റെ അല്ല, കാരണം വേറൊരാളുടെ സാധനം എനിക്ക് വേണ്ട. കാരണം എന്റെ മോതിരം എന്റെ കയ്യിലുണ്ട്. മറ്റൊരാളുടെ സാധനം ഞാൻ ഉപയോഗിക്കാറില്ല. ഞാനൊരു മാന്യനായതുകൊണ്ടാണ് ഇതെടുത്ത് ഇപ്പൊ അങ്ങോട്ട് തന്നെ. അല്ല സുഹൃത്ത്, എന്റേതല്ല ഈ മോതിരം. ഞാൻ കണ്ടല്ലേ സാറിന്റെ കൈ. എന്റേതല്ല. കുറെ നേരം ഞാനിത് കണ്ടു നിൽക്കാണ്. അയാളുടെ എല്ലാ സാധനം എന്റേതല്ല. താനും മറ്റൊരാളുടെ സാധനം താനും ഉപയോഗിക്കാറില്ല. ഇല്ല, അതെനിക്കത് ചുമ്മാ തനിക്കാനൊരു 3000 രൂപ വന്നേക്കാം. 3000 ഗുണമായിട്ട് വന്നിരിക്കുന്നേ. സാധനം താനെന്തിനാ ഇയാള് നോക്കണേ? 1.5 പവനുണ്ട്. ഏതെങ്കിലും പാവപ്പെട്ടവന്റെ നിങ്ങൾ അവിടെ 3000 രൂപ എനിക്കെന്താക്കണോ? 10-15,000 രൂപയുടെ സാധനമാണ്. അവർ 5,000 രൂപ വന്നിട്ട് വേണം എടുത്തോണ്ട് കാര്യം പോണ പോക്ക് കണ്ട. വെറുതെ ആർക്കും വേണ്ടാത്ത സാധനം ഞാനൊരു 3000 രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോ 5000 രൂപ. തനിക്ക് എന്താണോ? 4000 രൂപ. ഇല്ലല്ല, 5000 രൂപ കുറച്ച് അത് കൊടുക്കൂല. 4500 ഇല്ലാന്ന് നടക്കൂല. ലാസ്റ്റ് വാക്കാണ്. 5000 രൂപ ഉണ്ടോ? നീ ഇവിടെ പുഴുങ്ങിട്ടാ വേണ്ട. ആയിക്കോട്ടെ, ഞാൻ പുഴുങ്ങി തിന്നോളാം. നല്ല വിലയുള്ള മോതിരം നിന്നിട്ടേ 5000 ഗുണമാരാന്ന് എനിക്ക് ഉള്ളിൽ അടിച്ചെടുക്കാനായിട്ട് നോക്കണം. ഇവനൊക്കെ ഇവിടുന്ന് പറഞ്ഞ ഇവനൊക്കെ അന്യ സംഭവം 4000 രൂപ കൊടുക്കണം. ഇവിടെ തന്റെ അടുത്ത് ഞാൻ മാന്യമായിട്ട് ചോദിച്ചാണ്, ഇത് തന്റെയാണ്, താഴെ കടന്ന് കിട്ടിയാണ്, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞാണ്. അല്ല, എന്നിട്ട് മറ്റൊരാൾ വന്നിട്ട് 5000 രൂപ ചോദിച്ചപ്പോ കടന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. തനിക്ക് 7000 രൂപ കുറച്ച് ഞാൻ തരൂല. ഇവിടുന്ന് കിട്ടിയ സാധനത്തിന് 7000 രൂപ. 7000 രൂപ എന്ത് 10-15,000 രൂപ വിലയുള്ള സാധനമാണ്. GST എന്തെങ്കിലും കുറയുമോ? GST എന്ത് പറയാനാ? ഒന്നുമില്ലേ? ഒന്നും പറയൂല. പേപ്പറിലൊക്കെ ഉണ്ടല്ലോ GST കുറയുന്നു. എന്ത് പറയുന്നു? എന്നാലും തനിക്ക് വെറുതെ കിട്ടിയല്ലേ 4000 രൂപ ലാഭമല്ലേ? വെറുതെ വേണ്ടേ, ഇയാൾ പോടേ, ഇയാൾ മേടിക്കണ്ട, പൊയ്ക്കോ. എന്നാ ശരി, ഞാൻ 7000 രൂപ തരാം. ഇങ്ങോട്ട് തന്നേരും. ഇനിയിപ്പോ വെറുതെ അതിനായിട്ട് കിടന്നിട്ട് പിടിക്കേണ്ട കാര്യമില്ല. 5000 രൂപ ഞാൻ ഇവിടെ 7000 ഉറപ്പിച്ചു. 7000 ഉറപ്പിച്ചു. അത് ചതിയാണ്ട്. ഞാൻ എന്റെ കയ്യിൽ കാശിലാണ്ട് ഞാൻ എന്റെ കൂട്ടുകാരനടുത്ത് കടം മേടിക്കാൻ നടക്കൂല. അത് മോശമാണ്. തനിക്കിപ്പോ ഇത് വേണമെന്നുണ്ടെങ്കിൽ 8,000 രൂപ കൂടുതൽ. ഇതെന്താണ് ഒരു മര്യാദ ഇല്ല? 8000 രൂപ ഇതെന്താണ്? 8000 രൂപ കൊടുക്കണം അയാളുടെ. ഒരു മണി 5 രൂപ പിടിക്ക്, എന്നിട്ട് ഞാൻ ബാക്കി 3 രൂപ അവന്റെ അടുത്ത് കടം മേടിച്ചു. അത് ശരിയാവില്ല. അങ്ങനെ മേടിക്കല്ലേ, അങ്ങനെ മേടിക്കല്ലേ. തികച്ച് കാശ് കൊടുക്കും. എടോ പ്ലീസ്, 8 രൂപ ഞാൻ തരാം. സാധനം കൊടുക്കല്ലേ? ഞാൻ അവന്റെ അടുത്ത് 3 രൂപ മേടിച്ചിട്ട് പോരാ. കൊടുക്കരുതേ. ഉഗ്രം മോതിരാണ്, ഒരു കുഴപ്പമില്ല, സൂപ്പർ മോതിരാണ്. അതെ അതെ, അഥവാ അത് വേണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും നിക്കടോ. 5 രൂപയുടെ സാധനത്തിന് അവന് ഓടിയോ ഓട്ടം കേട്ടോ. 7500 രൂപ 5 തന്നില്ല, 4000 രൂപ തന്നു. കൊല്ലി ഞാൻ പന്നി. നീ എന്റെ അടുത്ത് കളി പഠിപ്പിക്കണ കാശ് എടുക്കണ. അവൻ അതിന്റെ അടുത്ത് ഇനിയിപ്പോ 2 പെഗ് അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിരിക്കാം. എടാ സ്പൂൺ അടിക്കും. നമ്മളിപ്പോഴും ജോലിയിൽ വ്യാപൃതനാണ്. ആ നേരത്ത് വെള്ളം അടിക്കാൻ പാടില്ല, വൈകിട്ടാണ് വെള്ളം അടിയേക്ക. എന്തൊരു കഷ്ടമെന്ന് പറയാം. നമ്മ എന്തായാലും മേടിച്ച് കഴിക്കാനെങ്കിലും മേടിച്ചതാ. ഇന്ന് ചായ കൂടി നടക്കൂലെന്ന് വേണ്ട. ഒരു ചേച്ചി വരണ്ട്. ചേച്ചിക്കിട്ട് ഒരു പണി കൊടുത്താല. പക്ഷെ ഞാൻ അത്ര വൃത്തിയായിട്ടവരൊന്നുമല്ല. അതല്ലെന്ന്. പിന്നെ ഈ ഗോൾഡ് വെച്ച് ചേച്ചിക്കിട്ടൊരു പണി കൊടുത്താല. സാധനം കണ്ട നിങ്ങളുള്ള ഇമിറ്റേഷൻ എല്ലാം കൈ കൊണ്ട് കിടക്കാണ്. ഇത് 10 രൂപ കട എന്ന് വിളിച്ചാണ്. 10 രൂപ കൊണ്ട് നമ്മ 10000 രൂപ ഉണ്ടാക്കും. ആണാ? ഞാൻ അഭിനയിച്ച് തകർക്കും. നീ നേരത്തെ ഓവറായിരുന്നു. ഏയ് തന്മയത്തം കാണിക്ക്. ആണാ? വല്ലാണ്ട് ചേച്ചി നമ്മളെ വലിയ യാതൊരു പിരിച്ചുല്ലേ.
ചേച്ചി, നിങ്ങൾ സ്ത്രീകൾ ഈ ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ട് കിടക്കണ്ടായത്, കഴുത്തിലൊക്കെ ഇടുന്നേക്കെ. ഇപ്പൊ ചേച്ചിയുടെ കഴുത്തിൽ നിന്ന് താഴെ വീണതാ മാല. ഇതോ? ആ. അയ്യോ, ഇതെന്റെ അല്ല. എന്റെ മാല ഇതാ. അയ്യോ, ഇത് ചേച്ചിയുടെയാണ്. ഞാനിപ്പോ അവിടെ നിന്ന് ഞാൻ ട്രെയിൻ കയറാനായിട്ട് വന്നാണേ. ഞാൻ ഇപ്പൊ കണ്ടതാണ് ഊരി ഇങ്ങനെ താഴെ ഇവിടെ വീണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് താഴെ പോകാ. അയ്യോ സോറി കേട്ടോ, വലിയ ഉപകാരം. അങ്ങനെ ചേച്ചി ഒരു മിനിറ്റ് അവിടെ നിന്ന്. സത്യം പറയുന്നത് ചേച്ചിയുടെ മാലയല്ല. എടോ, ഇത് ഇവിടെ പൊട്ടി വീണ് കിടക്കണത് കണ്ടിട്ട് 1 മണിക്കൂറായി. ഞാൻ ഇവിടുന്ന് മാറാത്തോണ്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് വെറുതെ വഴി കൂടെ നടന്നുകൊണ്ട് ചേച്ചിക്ക് സാധനം എടുത്ത് കൊടുത്തേക്കണ. ഇത് ചേച്ചി സത്യം പറയാ ചേച്ചിയുടെ മാലയാണ്? അങ്ങനെയൊന്നുമല്ല. അല്ലല്ല, ചേച്ചിയുടെ മാലയല്ല. നീ പിന്നെ ചേച്ചിയുടെ അല്ലല്ല. അല്ല. അപ്പൊ ഞാനെടുത്ത്. അത് സമ്മതിക്കൂല. ഞാൻ കണ്ട മാലയാണ്. എന്ത്? ഞാൻ കണ്ടതാണ് ഇവിടെ. ഇയാള് കണ്ടെന്നും വെച്ചിട്ട് ഈ താഴെ കിടക്കണ മാല എന്റെ അല്ലേ? ഞാനല്ലേ വന്നെടുത്തത്. അതെന്തും മര്യാദയാണ് ചേച്ചി. ഞാൻ കണ്ടതാണ് ഇത് ഇവിടെ പൊട്ടി കിടക്കുന്നത്. അവനെടുത്തെന്നും പറഞ്ഞു നിന്റെ അവിടെ അതെങ്ങനെ? ആരെങ്കിലും ഒക്കെ ഇപ്പൊ ഒരു 10 പേര് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ 10 പേരും അല്ലെങ്കിൽ ഓടി വന്ന് എടുക്കണം മാല. അത് ശരിയാ, ഓടി വന്ന് എടുക്കണം. ഒറ്റ കോംപ്രമൈസ്. എന്താണ്? 5 രൂപ വന്നേക്ക്. എനിക്ക് മാല വേണ്ട, താൻ കൊണ്ടേക്കും. അയ്യേ, വല്ലോടത്ത് നിന്നിട്ട് ഒരാൾ കണ്ടിട്ടേ എന്റെ അടുത്ത് ചോദിക്കണം മാലയുടെ കാര്യം. എനിക്ക് 5000 രൂപ വന്നേക്ക്. എന്താണ് ചേച്ചി ആ മാല എന്തോരം ഉണ്ട്? നോക്കണ്ട. ഒരു 1.5 പവനുണ്ട്. 1.5 പവൻ സാധനമല്ലേ? എങ്ങനെയാണ് സാധനം? തനി തങ്കല്ലേ? തനി തങ്കോള്. അതാണ്. ജ്വല്ലറി കൊണ്ട് ജ്വല്ലറി കൊണ്ട് കൊടുത്തല്ല 10-30,000 രൂപ കിട്ടും. എടോ, ഒരു 5 രൂപ എനിക്കിതാ. എടോ, തനിക്ക് ഞാൻ പൈസ തരൂല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, താനീ മാല വെച്ചോ, എനിക്ക് 5000 രൂപ ഇങ്ങോട്ടാ. എന്റെ കയ്യിൽ കാശുണ്ട്, തനിക്കാൻ. എന്റെ കാശുണ്ടെങ്കിൽ ഞാൻ തനിക്ക് തരൂല. അപ്പൊ കാശില്ല നമ്മുടെ. കാശില്ല, ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ആ കാണുന്ന ജ്വല്ലറി ഉണ്ടോ? ആ ജ്വല്ലറി കൊണ്ട് സാധനം കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ല, ഒരു 30,000 രൂപ കണ്ണും പൂട്ടി തരും. 15 താനെടുക്ക്, 15 ഞാൻ എടുക്കാം. അത് കൊള്ളാം. 20 ഞാൻ എടുക്കും, 10 താനെടുക്കും. താനൊക്കെ എവിടത്തുകാരനാടോ? ശരി, 20 20 പോവാ. അതെ, ഞാൻ വേറൊരു കേസ് പറയട്ടെ. എന്ത്? ഈ പൊട്ടിയ മാലയും കൊണ്ട് ഏതെങ്കിലും ജ്വല്ലറി ചെന്ന് കഴിഞ്ഞാലേ അവർ ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടിയാണ്? എന്താണ് മാല പൊട്ടിയിരിക്കുന്നത്? പോലീസിനെ വിളി. പണിയാവും മോനെ. അത് പിന്നെ പ്രശ്നവും. പിന്നെ പോലീസുകാരോ നമ്മള് അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. എന്റെ വൈഫിന്റെ പറയാൻ. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അല്ല, എനിക്ക് 5 രൂപ കിട്ടിയാ ഞാൻ എന്റെ വഴിക്ക് പോയാനെ. എനിക്ക് 5 രൂപ കിട്ടിയാ ഞാനേ ഇത് കളഞ്ഞിട്ട് പോയാനെ. അപ്പൊ 10,000 രൂപ ഞാൻ നിങ്ങളുടെ പ്രശ്നം തീരും. അപ്പൊ 10,000 രൂപ ഞാൻ തരാം. വർത്താനം പറയല്ലേ ചേച്ചി? അല്ല, ഞാനിപ്പോ ഒരു 10,000 രൂപയുടെ ചിട്ടി പിടിച്ചിട്ട് വരുന്ന വഴിയാണ്. കയ്യില് കാശുണ്ട്. അല്ല, സത്യത്തിൽ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങളെ കണ്ടപ്പോ ഞാൻ എന്റെ കിച്ചുവിനെയും പശുവിനും ഓർമ്മ. കിച്ചും പാച്ചു എന്റെ ആങ്ങളമാരാ. സത്യം, എനിക്ക് ചേച്ചിയെ കണ്ടപ്പോഴും എന്റെ പെങ്ങളെ പോലെ തോന്നിയ കോമളം. കോമളം എന്റെ പെങ്ങള. അപ്പൊ ഒന്നും പറയണ്ട, കാശ് തരാം. മാല തിരിച്ചു തരും. ആയിക്കോട്ടെ, സന്തോഷം. നോക്കിക്കോ ചേച്ചി. അതെ, ഒന്ന് കഴുത്തിലോട്ടൊന്ന് വെച്ച് നോക്കി നോക്കട്ടെ. ചേച്ചിയുടെ മാല പോലെ തന്നെ. ഇതുപോലത്തെ ഒരു ചുറ്റുകെട്ടുമാല എനിക്ക് വീട്ടിലുണ്ടായിരുന്നേ. വള്ളിക്കെട്ടാ ഒന്നുമില്ല, നല്ല സംഭവം. ചേച്ചി ഒരു 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 ലോക്കറ്റ് മേടിച്ചിരുന്നേട്ടാ, നല്ല രസം. ലോക്കറ്റ് ഇട്ടാലാ? അല്ല, ഇതുപോലെ കളഞ്ഞു പോയ ഏതെങ്കിലും ഒരു ലോക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ട്? മുമ്പ് എനിക്കൊരു ലോക്കറ്റ് കളഞ്ഞു കിട്ടിയത്. നിനക്ക് എപ്പോഴും സ്വർണ്ണം കളഞ്ഞു കിട്ടും. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താണെന്നറിയില്ല, കയ്യിലോട്ട് വന്നു പോവാ. ഇപ്പൊ ഉണ്ട്, കയ്യിലുണ്ടോ? ഇല്ല, എനിക്ക് ഇനി ഇതുപോലെ കളഞ്ഞു കിട്ടുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ മേടിച്ചോളാം. അതാ വിട്ടോട്ടെ. സൂക്ഷിച്ചു പോണേ. അങ്ങോട്ട് പോടാ, നമ്മൾ തമ്മിൽ പരിചയമില്ല. പോ. മണ്ടന്മാര്. ഇതൊരു 2 പവൻ എന്തായാലും ഉണ്ട്. 1.5 പവന്റെ മാല എന്നിട്ട് 10,000 രൂപ കൊടുത്ത് ഞാൻ പറ്റിച്ചു. എന്നോടാ കളി. ഇത് എവിടെയൊക്കെ ഈ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ഞാൻ നിന്നെ തിരക്കില്ല. ഫോണിൽ എത്ര പ്രാവശ്യം വിളിച്ചു, നീ ഇത് എവിടെ അടക്കണം? എന്റെ ചേട്ടാ, ഫോൺ ഓഫാണ്. ഞാൻ എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്നു. ചേട്ടൻ എന്താ വരാൻ വയ്യേ? ഞാൻ നിന്റെ തിരക്ക് അടക്കല്ലേ? നന്നായി. തന്നെയല്ല, എന്നെ 2 പേര് പറ്റിച്ചടി. അതിപ്പോ പുതിയ കാര്യമൊന്നും അല്ലല്ലോ. എന്റെ ചേട്ടാ, നിങ്ങളെ ആരാ പറ്റിക്കാത്തത്? ശരിയാ, എല്ലാരും എന്നെ പറ്റിക്കും. 24 വയസ്സുള്ളപ്പോ ആ ബ്രോക്കർ എന്നെ പറ്റിച്ചാണല്ലോ നീ എന്റെ കൂടെ കൂടിയ. അത് ഇവിടെ പറയേണ്ട കാര്യമില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ കാര്യമല്ലേ പറഞ്ഞു. സംഭവം എന്താണെന്നറിയാമോ? ഇടി 2 ചെറുപ്പക്കാര്. നീ നോക്കിക്കേ, ഇത് കേട്ടോ മോതിരം. ഇത് 2 പേർക്ക് കിട്ടിയതാണ്. ഒരു 1.25 പവനുണ്ടെന്ന് പറഞ്ഞു 7,000 രൂപയ്ക്ക് ഞാനിത് കച്ചവടം ചെയ്ത്. എന്നിട്ട് ഞാൻ ആ രാജധാനി ജ്വല്ലറി കൊണ്ടുപോയിട്ട് എത്ര ഗ്രാം ഉണ്ട്, എത്ര പവനുണ്ടെന്ന് അറിയാൻ വേണ്ടി തൂക്കാൻ ചെന്നപ്പോഴേ അവർ പറയാ പോലീസ് പിടിക്കുമെന്ന്. സംഭവം മുക്കാണ്. എല്ലാവന്മാര് പറ്റിച്ചിട്ട് പോയതാണ്. ഇത് കണ്ടോ, 7,000 രൂപയും പോയി, വെറുതെ മാനവും പോയി, ആകെ നാണക്കേടായി. അതെ, നിങ്ങൾക്ക് ഇത് തന്ന് പറ്റിച്ചവന്മാരിൽ ഒരാള് ഒരു പൊക്കം ഉണ്ടായിട്ട് വെളുത്തിട്ട്, ഒരാളൊരു കറുത്തിട്ട് പൊക്കം കുറഞ്ഞ. നീ അവന്മാരെ കണ്ട? എന്താടി എന്താടി കാര്യം പറ, എന്താന്ന്? പോട്ടെ, 7,000 രൂപയല്ലേ പോയുള്ളൂ. പോട്ടെ, 2 പേര് എന്നെ
പറ്റിച്ചു ചേട്ടാ. പിന്നേതാ? ഞാൻ ചിട്ടി പിടിച്ച 10,000 രൂപയില്ലേ, ആ